നമ്മൾ ഇനി അമ്പലപ്പുഴയിലേക്കാണ് പോകുന്നത്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ CPM-നോട് സലാം ചൊല്ലിയ ജി സുധാകരൻ UDF-നായി മത്സരിക്കുന്നു. H സലാം മണ്ഡലം നിലനിർത്താൻ വേണ്ടി CPM-ന് വേണ്ടി മത്സരിക്കുന്നു. എന്താണ് അമ്പലപ്പുഴയിലെ നിലവിലെ അവസ്ഥ? കൊട്ടിക്കലാശം എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഫൈസൽ. അമ്പലപ്പുഴയിലും ആവേശോജ്വലമായ കുട്ടിക്കലാശം തന്നെയാണുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുലിയൻ വഴി എന്നൊരു സ്ഥലത്താണ്. മാർക്കറ്റിന്റെ പരിസരമാണ്. ഇവിടെ നിന്നാണ് അമ്പലപ്പുഴയിലെ കുട്ടിക്കലാശം, ജി സുധാകരന്റെ കുട്ടിക്കലാശവും ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് സക്കരിയ ബസാറിലേക്കാണ് ആരംഭിക്കുക. ഏകദേശം 2 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ കുട്ടിക്കലാശമുള്ളത്. നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. പ്രവർത്തകരുടെ ആവേശം, വളരെ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ ഉള്ളത്. ഏതായാലും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഇത്തവണ ജി സുധാകരൻ അമ്പലപ്പുഴ തൂക്കും എന്ന് തന്നെയാണ് പ്രവർത്തകർ പറയുന്നത്. നമുക്ക് കാണാം, നിരവധി പ്രവർത്തകരുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ജി സുധാകരൻ തന്നെയായിരിക്കും ഇത്തവണ അമ്പലപ്പുഴയിൽ ഈ പ്രാവശ്യം ജി സുധാകരൻ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടുന്ന് കണ്ണും പൂട്ടി വിജയിക്കുന്നത് കൂടാതെ 100+ സീറ്റ് നേടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രധാനം ഇതിലൊരു മാറ്റമില്ല. ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലാണ്. എല്ലാ രീതിയിലും സാധാരണക്കാർക്കും കഴിഞ്ഞ കാലങ്ങളിൽ ജി സുധാകരൻ ചെയ്ത വികസനങ്ങളും എല്ലാം ഇവിടെ ചർച്ചയാണ്. ഇവിടെ എല്ലാ നേരം ഇവിടെ അക്രമം ഉണ്ടാക്കാൻ, അഴിമതി ഉണ്ടാക്കാൻ ഇവിടെ ഒരു വിഭാഗം ആൾക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആലപ്പുഴയിൽ ഇന്നും നാളെയും ഇലക്ഷന്റെ ദിവസം അക്രമം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കാൻ ഇവിടെ CPM-ന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട അത് തന്നെയാണ്. എല്ലാവരും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഉള്ളത്. ഏതായാലും കലാശക്കൊട്ട് ഇപ്പോൾ തന്നെ ഇവിടുന്ന് ആരംഭിക്കും. ഇവിടുന്ന് ആരംഭിച്ച് നേരെ 2 കിലോമീറ്റർ ചുറ്റി സക്കരിയ ബസാറിലാണ് ഈ UDF-ന്റെ കലാശക്കൊട്ട് നടക്കുന്നത്. മാത്രമല്ല ഇവിടുന്ന് തന്നെയാണ്, ഇതിന് തൊട്ടപ്പുറം തന്നെയാണ് LDF-ന്റെ കലാശക്കൊട്ടും നടക്കുന്നത്. ഇവിടുന്ന് ഏകദേശം, അതായത് ഈ ജി സുധാകരന്റെ കുട്ടിക്കലാശം അവസാനിക്കുന്നിടത്തും LDF-ന്റെ കുട്ടിക്കലാശം, H സലാമിന്റെ കുട്ടിക്കലാശം അവസാനിക്കുന്നത് ഏകദേശം 150 മീറ്റർ ദൂരം മാത്രമുള്ളത്. അവിടെയാണ് രണ്ടുപേരും ഒന്നിച്ചു ചേർന്നത്. സക്കരിയ ബസാറിൽ തന്നെയാണ്. അവിടെ വളരെ ആവേശത്തിൽ, അതായത് ഇത്തവണ ജി സുധാകരൻ അമ്പലപ്പുഴ അങ്ങ് എടുക്കുമെന്നുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരുള്ളത്. H സലാമിന്റെ പ്രവർത്തകരും അല്ലെങ്കിൽ LDF-ന്റെ പ്രവർത്തകരും ഒട്ടും മോശമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു A ക്ലാസ് മണ്ഡലമായി അമ്പലപ്പുഴ മാറുകയാണ്. അമ്പലപ്പുഴ ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. ജി സുധാകരൻ എന്ന CPIM-ന്റെ വളരെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് CPIM-ൽ ഇറങ്ങിപ്പോയി UDF-നൊപ്പം ചേർന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുവെന്ന സവിശേഷത അമ്പലപ്പുഴയ്ക്കുണ്ട് എന്നത് കാണണം. അമ്പലപ്പുഴയിൽ സുധാകരൻ പാട്ടുംപാടി ജയിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ മാധ്യമങ്ങളോട് പറയുന്നത്. അതേസമയം H സലാം മണ്ഡലം നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF അവിടെയുള്ളത്. എന്തു വില കൊടുത്തും അമ്പലപ്പുഴയിൽ ജയിച്ചേ മതിയാകൂ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി അമ്പലപ്പുഴയിൽ പോയി സഖാക്കളോട് പറഞ്ഞത് നാം കേട്ടതാണ്. കാരണം അവിടെ അഭിമാന പോരാട്ടമാണ്. ഇറങ്ങിപ്പോയ കുലംകുട്ടികൾക്ക് വിജയിക്കാൻ അവസരം കൊടുത്താൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കും എന്നാണ് MV ഗോവിന്ദൻ സഖാക്കളോട് പറഞ്ഞത്. പക്ഷേ അവിടെ വിജയിക്കാൻ കഴിയുമോ എന്ന ചോദ്യമായി അവിടെ നിൽക്കുകയാണ്. വലിയ പോരാട്ടം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുധാകരനും പലതരത്തിലുള്ള വാവിട്ട വർത്തമാനങ്ങൾ കൂടിയാണ് ശ്രദ്ധേയനാവുന്നത് എന്ന് കൂടി പ്രത്യേകം ഓർക്കണം. എന്തായാലും അമ്പലപ്പുഴ പ്രധാനമാണ്. അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ ഇന്നും സുധാകരൻ STPI ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതായത് STPI അവിടെ കലാപം ഉണ്ടാക്കാൻ പോകുന്നു CPM-മായി ചേർന്ന് ഇന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. യെസ്. അപ്പോൾ SDPI-ക്കാർ എന്ന് പറഞ്ഞാൽ ഇത്തവണ അമ്പലപ്പുഴ SDPI-യുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ SDPI നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ നേട്ടം ഉണ്ടാക്കിയ ഒരു സ്ഥലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണല്ലോ വേണ്ടത്. പക്ഷേ SDPI അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നില്ല. അവർ CPM-നെ പിന്തുണച്ച് അധികാരത്തിൽ നിലനിർത്താനുള്ള ഒരു സഖ്യത്തിന്റെ ഭാഗമാക്കി ആയിരിക്കുകയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ. അതിന്റെ ഭാഗമായി അവർക്ക് ഹോളിലുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കാതിരിക്കുക എന്നൊരു തീരുമാനമാണ് SDPI എടുത്തത്. അതുകൊണ്ട് അമ്പലപ്പുഴയിൽ സ്വാഭാവികമായിട്ട് അവർ മത്സരിക്കുന്നില്ല.